ഹലോ, എല്ലാവർക്കും സീസൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഓണം സെലിബ്രേഷൻ്റെ കുട്ടി വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ഈ ഒരു വ്ളോഗ് കാണുന്നത് ഓണം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഓണം നന്നായിട്ട് ആഘോഷിച്ചെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കുട്ടി ഓണം സെലിബ്രേഷനിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഇവിടെ ഓട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ. അതിൻ്റെതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ആദ്യം തന്നെ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് പിന്നെ ഫ്ലവറൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. അപ്പോഴേക്കും അഖിൽ സാമ്പാർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ 3 ഫാമിലി ആയിട്ടാണ് ഈ ഓണം ആഘോഷിക്കാൻ പോകുന്നത്. ഓരോരുത്തരും ഡിഫറെൻ്റ് കറി ഉണ്ടാക്കും. ഞങ്ങളുടെ വക സാമ്പാറും കൂട്ടുകറിയുമാണ്. ഞങ്ങളുടെ ജർമ്മൻ മലയാളി ഫാമിലിയിലെ വിനീത ചേച്ചിയാണ് കഴിഞ്ഞ തവണ നമുക്ക് ഓണസദ്യ തന്നത്. ഇത്തവണ ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങളും കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് കരുതി. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ ക്രെഡിറ്റ് ഗോസ് ടു അഖിൽ. നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി. പിന്നെ നമ്മുടെ ട്രഡീഷണൽ ഡ്രസ് ഇല്ലാതെ എന്ത് ഓണാഘോഷം അല്ലേ? സോ ഞങ്ങൾ ഓണത്തിന്റെ വൈബൊക്കെ കിട്ടാനായി കസവിന്റെ ഡ്രസ്സൊക്കെ ഉടുത്തു സെറ്റായി നിൽക്കുകയാണ്. ഹലോ. അപ്പോൾ ഞങ്ങളുടെ കറീസൊക്കെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ഓണം സെലിബ്രേഷനിലേക്ക് പോകാൻ പോവുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറഞ്ഞു ചേച്ചി. ഓക്കേ. അങ്ങനെ ഞങ്ങൾ ചേട്ടന്റെയും ചേച്ചിയുടെയും വീട്ടിലെത്തി. ദേ ഇതാണ് നമ്മുടെ വിനീത ചേച്ചി. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒരാൾ തരുമ്പോൾ വളരെയധികം സന്തോഷമാകില്ലേ? അങ്ങനെ ഒന്നായിരുന്നു എനിക്ക് കഴിഞ്ഞ തവണത്തെ ഓണസദ്യ. ഞങ്ങൾ ജർമ്മനിയിൽ വന്ന് ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും ആയിരുന്നു ഓണം വന്നത്. ഞങ്ങൾ അതിനായിട്ട് ഒന്നും ഒരുക്കിയില്ലായിരുന്നു. ഫ്രോസൺ സദ്യ നോക്കിയെങ്കിലും കിട്ടിയില്ല. അന്ന് ജോബൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു. അപ്പോൾ ചേച്ചിയുടെയും ചേട്ടൻ്റെയും കോള് വന്നു, ഓണസദ്യ കഴിക്കാൻ വായോ എന്ന്. അത് ഭയങ്കരമായിട്ട് സന്തോഷമായി. ബിക്കോസ് എനിക്ക് സദ്യ വളരെ ഇഷ്ടമാണ്. പക്ഷെ ഓണസദ്യ ഇഷ്ടത്തേക്കാൾ ഒരു ഫീലിംഗ് ആണ്, സ്പെഷ്യലി ഓണത്തിനാകുമ്പോൾ. ഇവിടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ, റൈസ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചിപ്സ്, ഞങ്ങളുടെ വക കൂട്ടുകറി, തോരനൊക്കെ വിനീത ചേച്ചി ഉണ്ടാക്കിയതാണ്. ചോറൊക്കെ, പിന്നെ മാത്രമല്ല ഇതെന്താണ്, പായസം, ബർമസല്ലി പായസം അല്ലല്ല പാലട പായസം, പിന്നെ അവിയൽ, മൈ ഫേവറേറ്റ്, മോര് കറി. ആഹാ, വീണ്ടും മോര് കറിയാണ്. ആഹാ, അച്ചാറ്, പിന്നെ ആസ്യൂഷൻ പപ്പടം. ഇനി കുറച്ച് കറികളൊക്കെ വരാനുണ്ട്. ഒരു ഫാമിലി വെയിറ്റ് ചെയ്തിരിക്കാം. ആർക്കിടെക്ട് ജാവാട് ഹാപ്പി ഓണം പറഞ്ഞു. ഹാപ്പി ഓണം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രജിത ചേച്ചിയും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സദ്യ വിളമ്പാനുള്ള തിരക്കായിരുന്നു. ഒരുപാട് കറികൾ ഉണ്ടായിരുന്നു. ഈ വാഴയിലയില്
ഇങ്ങനെ പലതരത്തിലുള്ള കറികൾ കാണുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് ആണ് ഇല്ലേ? ഞാൻ എന്നെ വോയിസ് കൊടുക്കുമ്പോൾ ഓർക്കാറുന്നേ, നമ്മൾ എവിടെ സദ്യ കഴിക്കാൻ പോയാലും അവിടെ നമുക്ക് സദ്യ വിളമ്പുന്നവർ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെയും ഡെഡിക്കേറ്റഡ് ആയിട്ടായിരിക്കും സദ്യ വിളമ്പുന്നത്. അപ്പോൾ കഴിക്കുന്നവർക്കും സന്തോഷം ഉണ്ടാകും ഇല്ലേ? പിന്നെ അങ്ങോട്ടൊരു ഓണത്തിന്റെ വൈബായിരുന്നു. അങ്ങനെ ഫൈനലി 2024 ഓണസദ്യ ദേ ഞാനിങ്ങനെ പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ പോവാണ്. ഓണസദ്യ എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണ്, കണ്ടില്ലേ? എല്ലാവരും വളരെയധികം സന്തോഷത്തോടെയാണ് കഴിക്കുന്നത്. ഞങ്ങളൊരു കേരളം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ ഉള്ളവരാണ് ഈ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് 2024 ഓണസദ്യ കഴിക്കുന്നത്. ഓണം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണെങ്കിൽ അത് ഇവിടെ എല്ലാവരുടെയും ഫേസിലും കാണാമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ടൊരു വൈബായിരുന്നു. എനിക്കാണോ ഒഴിച്ചത്? ഒഴിച്ചോളൂ. അങ്ങനല്ല, ഇങ്ങനെയാണ് പായസം കഴിക്കാം. ഓക്കെ ചേച്ചി മിക്സ് ചെയ്തിട്ട് കഴിക്കില്ല, അറിയില്ല അതെന്താ. അങ്ങനെയുണ്ട് പായസം. ചേച്ചി പായസം ഉണ്ടാക്കിയല്ലേ? ചേച്ചി പായസം അടിപൊളിയായിട്ട് പുതിയതാണോ പഴയതാണോ മിഡിൽ ആണോ? മിഡിൽ. മമ്മൂട്ടി മോഹൻലാൽ അവരൊക്കെയാണോ? സുരേഷ് ഗോപി കമ്മീഷണറാണോ? ഭരത് അല്ല ഭ്രമരം. സുരേഷ് ഗോപി പിന്നെ ആരാളെ ആക്ട്രസിനെ അറിയോ? ശോഭനയാണോ? അവരൊന്നും പാർവതി, ഉർവശി, മേനക എല്ലാം വടക്കൻ വീരകഥ ആക്ടർ ബേബി ബേബി അതാണോ ആക്ട് കാണിച്ചാൽ മതി.
ഇതുവരെ ആളുകൾ കത്തിച്ചു വന്നു. മീശന്റെ താടില്ല ഞാനാണ് മമ്മൂട്ടി ഫ്രണ്ട്സ് മലയാളി ജർമ്മനി അവർക്ക് മനസ്സിലായി ഈ സിനിമയില് കാണിച്ചു കൊടുക്കും. ഒരാളുടെ പേരാണോ അത്? ആളുടെ പേര് ഒരാളുടെ പേരുണ്ടല്ലോ ഒരു ക്രിസ്ത്യൻ കുട്ടി ഉണ്ട് അതില്. സെക്കൻഡ് കുട്ടിയാണ്. ഫസ്റ്റ് പേരെങ്ങനെയാ? ജയ വെച്ചിട്ടാണോ എ വെച്ചിട്ടാണോ? മാത്തുട്ടി. 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 പേരാ പറയാനിപ്പോ? നേച്ചറാണോ പറഞ്ഞത്? നേച്ചർ സി ആണോ? കടൽ കടന്നൊരു മാത്തുട്ടി. ഓണസദ്യ ഉണ്ടാക്കണം, ചെറിയ കളികൾ ഉണ്ടാകണം, അതൊക്കെയായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷെ ഒരുപാട് സന്തോഷിച്ച് ഒരു ഓണം അങ്ങനെ പോവുകയാണ്. ഒത്തൊരുമയുടെ ഒരു ഓണമായിരുന്നു. വലിയവരും കുട്ടികളൊക്കെ ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഏതാഘോഷവും ഹാപ്പി ആകുന്നത് കൂടുന്ന എല്ലാവരും ഒരേപോലെ ഹാപ്പിയായി പോസിറ്റീവ് വൈബിലാകുമ്പോഴാണ്. അങ്ങനൊരു ഫീലിംഗ് ആയിരുന്നു ഇവിടെയും. സോ താങ്ക്സ് ടു 2024 ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഓണം. അങ്ങനെ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് കരുതുന്നു. അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബി പോസിറ്റീവ്. മച്ച് ലവ്, രേഷ്മ.
ബൈ.